أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. റജീ സരിയെ പറ്റിയാണ് പറഞ്ഞു വന്നിരുന്നത്. ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഹദീസുകളിലും ചരിത്രത്തിലും വിവരിക്കപ്പെട്ടത് ഇപ്രകാരമാകുന്നു. റജിയെ സംബന്ധിച്ച് സഹീഹ് ബുഖാരിയിലുള്ള വിവരണത്തിൽ പറയുന്നു, ഹദ്റത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സരിയ എന്ന നിലയ്ക്ക് 10 ആളുകളെ അയക്കുകയുണ്ടായി. ഹദ്റത്ത് ആസിം ബിൻ സാബിത്ത് അൻസാരിയെയാണ് അവരുടെ അമീറായി നിശ്ചയിച്ചത്. അവർ പുറപ്പെട്ടു. എതിരാളികൾ ഹദിയയിൽ ഉണ്ടായിരുന്നു. ഇത് അസ്വാനും മക്കയ്ക്കുമിടയിലുള്ള സ്ഥലമാണ്. ഹസീലിന്റെ ശാഖ, അതായത് ബനു ലൈഹാനോട് അവരെപ്പറ്റി പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്കെതിരിൽ എതിർപക്ഷത്ത് നിന്ന് ഏകദേശം 200 ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു. അവരെല്ലാം അമ്പെയ്ത്തുകാരായിരുന്നു. അവർ മുസ്ലിങ്ങളുടെ അടയാളങ്ങളെ പിന്തുടർന്നു നീങ്ങി. അങ്ങനെ അവർ ഈന്തപ്പഴം കഴിച്ച സ്ഥലം കണ്ടെത്തി. അവർ, അതായത് സഹാബാക്കൾ, ഈ ഈന്തപ്പഴങ്ങൾ പാഥേയം എന്ന നിലയ്ക്ക് കരുതിയതായിരുന്നു. അബൂ ലൈഹാൻ ഇത് യസ്രിബിലെ ഈന്തപ്പഴമാണല്ലോ എന്ന് പറയുകയുണ്ടായി. അതായത് അവർ അത് തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ സഹാബാക്കളുടെ അടയാളങ്ങൾക്ക് പിന്നാലെ നീങ്ങിക്കൊണ്ടിരുന്നു. ഹദ്റത്ത് ആസിമും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അവരെ കണ്ടപ്പോൾ ഒരു കുന്നിൻപുറത്ത് അഭയം പ്രാപിച്ചു. ശത്രുക്കൾ അവരെ വളയുകയും ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, താഴേക്ക് ഇറങ്ങി വന്ന് കീഴടങ്ങുവിൻ. നിങ്ങളുമായി ഉടമ്പടിയുള്ളതാണ്. ഞങ്ങൾ നിങ്ങളിൽ ആരെയും കൊല്ലുന്നതല്ല. സരിയയുടെ അമീർ ഹദ്റത്ത് ആസിം ബിൻ സാബിത്ത് പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അള്ളാഹുവാണേ, ഞാൻ ഒരു കാഫിറിന്റെ അഭയത്തിൽ താഴെ ഇറങ്ങുന്നതല്ല. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്തു, അള്ളാഹുവേ, ഞങ്ങളെ സംബന്ധിച്ച് നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നീ അറിയിക്കണമേ. ശത്രുക്കൾ അവർക്ക് നേരെ അമ്പെയ്തു. അപ്പോൾ അവർ ശത്രുക്കൾക്കെതിരിലും അമ്പെയ്യുകയുണ്ടായി. ഏതായാലും അവർ ഹദ്റത്ത് ആസിം സഹിതം 7 സഹാബാക്കളെ വധിക്കുകയുണ്ടായി. 3 പേർ ഉടമ്പടി പ്രകാരം താഴെ ഇറങ്ങി. അവർ ഖുബൈബ് അൻസാരിയും ഇബ്നു ദൻസയും മറ്റൊരു സഹാബിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ല ബിൻ താരിഖ് എന്നായിരുന്നു. ശത്രുക്കൾ 3 പേരെയും കീഴ്പ്പെടുത്തി. അവർ തങ്ങളുടെ വില്ലുകളുടെ കെട്ടഴിച്ച് പ്രസ്തുത കയറുകൊണ്ട് ഇവരെ വരിഞ്ഞുകെട്ടി. അപ്പോൾ ആ 3-ാമത്തെ വ്യക്തി പറഞ്ഞു, ഇത് നിങ്ങളുടെ ആദ്യത്തെ ചതിയാണ്. അള്ളാഹുവാണേ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതല്ല. തീർച്ചയായും അവരിൽ, അതായത് ശുഹദാക്കളിൽ നല്ല മാതൃകയുണ്ട്. അവർ ആ സഹാബിയെ അവരുടെ കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി വലിച്ചിഴക്കുകയുണ്ടായി. അദ്ദേഹം വിസമ്മതിച്ചപ്പോൾ അവർ അദ്ദേഹത്തെയും ഷഹീദാക്കുകയും ചെയ്തു. അവർ ഖുബൈബിനെയും ഹദ്റത്ത് ഇബ്നു ദൻസയെയും കൊണ്ടുപോയി മക്കയിൽ വിൽക്കുകയുണ്ടായി. ഹദ്റത്ത് ഖുബൈബിനെ ബനു ഹാരിസ് ബിൻ ആമിർ ബിൻ ഔഫൽ ബിൻ അബ്ദു മനാഫ് വിലയ്ക്ക് വാങ്ങി. ഈ ഹദ്റത്ത് ഖുബൈബ് തന്നെയായിരുന്നു ബദറിൽ ഹാരിസ് ബിൻ ആമിറിനെ വധിച്ചത്. ഹദ്റത്ത് ഖുബൈബ് അവരുടെ അടുക്കൽ ബന്ദിയായി കഴിച്ചുകൂട്ടി. ബുഖാരിയുടെ നിവേദനമനുസരിച്ച് 10 സഹാബാക്കളടങ്ങുന്ന ഈ സംഘം വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടി മാത്രമുള്ളവരായിരുന്നു. അവർ പാത്തും പതുങ്ങിയും പോകുന്നതിനിടയിൽ യസ്രിബിലെ ഈന്തപ്പഴക്കുല തിരിച്ചറിഞ്ഞ ഏതോ ഒരു സ്ത്രീ ശത്രുക്കൾ അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ സംഘം സമീപ പ്രദേശങ്ങളിലെ അവസ്ഥകൾ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നുവെന്നും അവർ പുറപ്പെട്ടിട്ടില്ലായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന ഒരു സംഘത്തോടൊപ്പം അവരെ പറഞ്ഞേക്കുകയാണ് ചെയ്തതെന്നുമാണ് അധികം നബി എഴുത്തുകാരന്മാരും എഴുതിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവും ഹദ്റത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബും വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളുടെ വിവരണങ്ങൾ സ്വരുക്കൂട്ടിയിട്ടുണ്ട്. അവർ പറയുന്നു, ഈ സംഘം ആളുകളോടൊപ്പം പോകുകയാണ് ചെയ്തത്.
അതുകൊണ്ട് ബുഖാരിയിലും മറ്റ് നബി ചരിത്ര പുസ്തകങ്ങളിലും ഇവർ രഹസ്യമായി യാത്ര ചെയ്തു എന്ന് പറയുന്നത് നിവേദികരുടെ മറവിയാണെന്ന് തോന്നുന്നു. കാരണം ഇവർ ഗസൽ, ഖാര എന്നീ ഗോത്രങ്ങളുടെ ആളുകൾക്കൊപ്പമാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് രഹസ്യമായി യാത്ര ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതേസമയം ഗസൽ, ഖാര ഗോത്രക്കാർ വാസ്തവത്തിൽ നേരത്തെ ഗൂഢാലോചന ചെയ്ത് ഇവരെ കൊണ്ടുപോവുകയായിരുന്നുവല്ലോ. അതുകൊണ്ട് ഗസ്ഫാനും മക്കയ്ക്കുമിടയിൽ എത്തിയപ്പോൾ അവർ തങ്ങളുടെ ഗൂഢപദ്ധതി അനുസരിച്ച് ബനു ലൈഹാനെ വിവരമറിയിക്കുകയും അങ്ങനെ അവരുടെ 200 അക്രമകാരികൾ അവിടെ എത്തുകയും ചെയ്തതായിരിക്കാമെന്ന് അനുമാനിക്കാവുന്നതാണ്. വല്ലാഹു ആലം. ഏതായാലും ബനു ലൈഹാനിലെ 200 പേർ, അതിൽ 100 പേർ അതിനിപുണരായ അമ്പെയ്ത്തുകാരും ഉണ്ടായിരുന്നു. അവർ ആക്രമിക്കുകയും സഹാബാക്കളെ വളയുകയും ചെയ്തു. സൈന്യാധിപനായ ഹദ്രത്ത് ആസിമിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും അവർ സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ ഫദ്ഫദ് എന്നു പേരുള്ള ഒരു കുന്നിൽ അഭയം പ്രാപിക്കുകയുണ്ടായി. ഒരു നിവേദനത്തിൽ അതിന്റെ പേര് അർദു എന്നാണെന്ന് പറയുന്നു. മുശ്രിക്കീങ്ങൾ സഹാബാക്കളെ വളഞ്ഞ ശേഷം പറഞ്ഞു, നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങളിൽ ആരെയും കൊല്ലുകയില്ലെന്ന് നിങ്ങളുമായി കരാർ ചെയ്യാം. ദൈവത്താണേ, ഞങ്ങൾ നിങ്ങളെ ആരെയും കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മുഖേന മക്കക്കാരിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആസിം പറഞ്ഞു, അള്ളാഹുവാണേ, ഞാൻ ഏതെങ്കിലും കാഫിറിന്റെ അഭയത്തിൽ വന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നതല്ല. ജീവിതത്തിൽ ഒരിക്കലും ഏതെങ്കിലും കാഫിറിന്റെ അഭയം സ്വീകരിക്കുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റ് 2 സുഹൃത്തുക്കളുടെ നിലപാടും തങ്ങൾ ഒരിക്കലും ഏതെങ്കിലും മുശ്രിക്കിന്റെ അഭയം സ്വീകരിക്കുകയില്ല എന്ന് തന്നെയായിരുന്നു. ആ സന്ദർഭത്തിൽ ആസിം അള്ളാഹുവിനോട് ഇപ്രകാരം ദുആ ചെയ്തു, അല്ലാഹുമ്മ അഖ്ബർ അന്ന നബിയിക, അള്ളാഹുവേ, നിന്റെ നബിക്ക് ഞങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കണമേ. തുടർന്ന് 2 കൂട്ടർക്കുമിടയിൽ യുദ്ധം ആരംഭിച്ചു. അമീർ ആസിം തന്റെ ശക്തിയും ധൈര്യവും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഈ ഒരു കവിതയും ആലപിച്ചിരുന്നു. അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: ഞാൻ എന്തിന് ആയുധം വെച്ച് കീഴടങ്ങണം? ഞാനും യുദ്ധവീരനും മികച്ച അമ്പെയ്ത്തുകാരനുമാകുന്നു. എന്റെ വില്ലിൽ ബലമുള്ള നൂലാണ് കെട്ടിയിട്ടുള്ളത്. ഈ വില്ലിൽ നിന്ന് വളരെ നീളമുള്ള ശക്തമായ അമ്പുകളാണ് പുറപ്പെടുന്നത്. മരണം യാഥാർത്ഥ്യമാകുന്നു. ജീവിതത്തിന് ഒരു യാഥാർത്ഥ്യവുമില്ല. അള്ളാഹു വിധിച്ചിട്ടുള്ളത് മനുഷ്യന് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ അള്ളാഹുലേക്ക് തന്നെ തിരികെ പോകേണ്ടവനാകുന്നു. ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ എന്റെ മാതാവിന് ഞാൻ നഷ്ടപ്പെട്ടവനാകുന്നു. ഇതാണ് പ്രസ്തുത കവിതയുടെ തർജ്ജമ. എല്ലാ സഹാബാക്കളും ശത്രുക്കൾക്ക് മുന്നിൽ ശക്തിയായി നിന്ന് പൊരുതി. ഹദ്രത്ത് ആസിം ശത്രുക്കൾക്ക് നേരെ അമ്പെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അമ്പുകൾ തീർന്നുപോയി. പിന്നെ കുന്തമെടുത്ത് പൊരുതാനിറങ്ങി. പക്ഷേ കുന്തം പൊട്ടിപ്പോയി. വാളു മാത്രം ബാക്കിയായി. തന്റെ ഷഹാദത്ത് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന് തന്റെ നഗ്നത വെളിപ്പെടുമോ എന്ന ആശങ്കയായി. കാരണം ശത്രുക്കൾ ഷഹീദാക്കുന്ന വ്യക്തിയുടെ മൃതദേഹം ചവിട്ടിമതിക്കുകയും നഗ്നത വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട് ഇപ്രകാരം ദുആ ചെയ്തു: അല്ലാഹുമ്മ ഹമിയത്ത് ദീനിക വന്നഹാരി ഫഅഹ്മലി ലഹ്മി ഖറ. അള്ളാഹുവെ, ഞാൻ പ്രഭാതം മുതൽ നിന്റെ ദീനിനെ സംരക്ഷിക്കുകയായിരുന്നു. ഇനി ഈ സായാഹ്നത്തിൽ നീ തന്നെ എന്റെ ശരീരത്തിനെ സംരക്ഷിക്കണമേ. ഈ ദുആ ചെയ്തുകൊണ്ട് വീണ്ടും യുദ്ധത്തിൽ വ്യാപൃതനാകുകയും ചെയ്തു. അദ്ദേഹം തന്റെ വാളിന്റെ പിടികൊണ്ട് 2 പേർക്ക് സാരമായി പരിക്കേൽപ്പിക്കുകയും ഒരാളെ കൊല്ലുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന് അന്ത്യവിളി വരികയും ഷഹാദത്ത് വരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തന്റെ 6 സുഹൃത്തുക്കളോടൊപ്പം ഷഹാദത്തിന്റെ മഹത്തായ സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ സംഭവം വിവരിച്ചുകൊണ്ട് എഴുതുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്രി 4-ാം വർഷം സഫർ മാസത്തിൽ തന്റെ 10 സഹാബാക്കളടങ്ങുന്ന ഒരു സംഘത്തെ തയ്യാറാക്കുകയും ഹദ്രത്ത് ആസിം ബിൻ സാബിത്തിനെ അതിന്റെ അമീറായി നിശ്ചയിക്കുകയും രഹസ്യമായി മക്കയ്ക്ക് സമീപമെത്തി ഖുറൈശികളുടെ അവസ്ഥയെപ്പറ്റി മനസ്സിലാക്കി അവരുടെ നീക്കങ്ങളെയും ഉദ്ദേശങ്ങളെയും പറ്റി തന്നെ അറിയിക്കാൻ അദ്ദേഹത്തിന് കൽപ്പന നൽകുകയും ചെയ്തു. ഈ സംഘം പുറപ്പെടുന്നതിന് മുമ്പേ ഗസൽ, ഖാറ എന്നീ ഗോത്രങ്ങളിലെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി പറഞ്ഞു: ഞങ്ങളുടെ ഗോത്രത്തിലെ നിരവധി ആളുകൾ ഇസ്ലാമിൽ ആകൃഷ്ടരാണ്. അങ്ങ് ഏതാനും ആളുകളെ അവരെ മുസ്ലിങ്ങളാക്കാനും ഇസ്ലാമിക അധ്യാപനങ്ങൾ നൽകാനും അയച്ചാലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആഗ്രഹം കേട്ടപ്പോൾ സന്തോഷിക്കുകയും വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി തയ്യാറാക്കിയ സംഘത്തെ അവരോടൊപ്പം പറഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ ഇവർ ചതിയന്മാരായിരുന്നു എന്ന് പിന്നീടുണ്ടായ സംഭവങ്ങൾ മനസ്സിലാക്കി തരികയുണ്ടായി. ഇവർ ബനു ലൈഹാന്റെ പ്രേരണ കാരണമാണ് മദീനയിൽ വന്നത്. അവർ തങ്ങളുടെ നേതാവായ സഫ്വാൻ ബിൻ ഖാലിദിന്റെ വധത്തിന് പകരം ചോദിക്കാൻ ഈയൊരു ഉപായം മെനഞ്ഞതായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളെ മദീനയ്ക്ക് പുറത്തെത്തിച്ച് ആക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ബനു ലൈഹാൻ ഈ സേവനത്തിന് പ്രതിഫലമെന്നോണം ഗസൽ ഖാറ ഗോത്രക്കാർക്ക് ഒരുപാട് ഒട്ടകങ്ങൾ സമ്മാനമായി നൽകാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ഗസൽ ഖാറ ഗോത്രക്കാരായ ഈ ചതിയന്മാർ ഗസ്ഫാനും മക്കയ്ക്കും ഇടയിലെത്തിയപ്പോൾ മുസ്ലിങ്ങൾ തങ്ങളോടൊപ്പമുണ്ടെന്നും നിങ്ങൾ വേഗം വരണമെന്നും ബനു ലൈഹാൻകാർക്ക് രഹസ്യമായി സന്ദേശം അയക്കുകയുണ്ടായി. തുടർന്ന് ബനു ലൈഹാനിലെ 200 യുവാക്കൾ മുസ്ലിങ്ങളെ പിന്തുടർന്ന് പുറപ്പെട്ടു. ഇതിൽ 100 പേർ അമ്പയത്തിൽ പ്രാവീണ്യമുള്ളവരുമായിരുന്നു. റജി എന്ന സ്ഥലത്ത് വെച്ച് മുസ്ലിങ്ങളെ കണ്ടുമുട്ടി. 10 പേർ 200 ആളുകളെ എങ്ങനെ നേരിടാനാണ്? പക്ഷേ മുസ്ലിങ്ങൾക്ക് ആയുധം വെച്ച് കീഴടങ്ങാനുള്ള അധ്യാപനം നൽകപ്പെട്ടിരുന്നില്ല. ഉടൻ തന്നെ ഈ സഹാബാക്കൾ ഒരു കുന്നിൽ കയറി പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. കാഫ്രീങ്ങളെ സംബന്ധിച്ചിടത്തോളം വഞ്ചന കാണിക്കുന്നത് ഒരു ന്യൂനതയല്ലായിരുന്നു. അവർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുന്നിൽ നിന്ന് ഇറങ്ങി വരുവിൻ, ഞങ്ങൾ നിങ്ങളെ കൊല്ലുകയില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ആസിം മറുപടിയായി പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഉറപ്പിൽ യാതൊരു വിശ്വാസവുമില്ല. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾ താഴേക്കിറങ്ങാനും തയ്യാറല്ല. തുടർന്ന് അദ്ദേഹം ആകാശത്തേക്ക് മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, നീ ഞങ്ങളുടെ അവസ്ഥയെപ്പറ്റി അറിയുന്നവനാണ്. നിന്റെ റസൂലിന് ഞങ്ങളുടെ അവസ്ഥയെപ്പറ്റി അറിയിച്ചു കൊടുക്കണമേ. ഏതായാലും ആസിമും കൂട്ടുകാരും ശത്രുവിനെ നേരിടുകയും അവസാനം പൊരുതിക്കൊണ്ട് തന്നെ ഷഹാദത്ത് വരിക്കുകയും ചെയ്തു. ഹസ്രത്ത് ആസിം ബിൻ സാബിത്തിന്റെ മൃതദേഹത്തിന് അള്ളാഹു എങ്ങനെയാണ് കാവൽ നൽകിയതെന്ന് നോക്കുക. അദ്ദേഹം നേരത്തെ തന്റെ മൃതദേഹത്തെ സംരക്ഷിക്കണമേ എന്ന് ദുആ ചെയ്തിരുന്നുവല്ലോ. ഇതേപ്പറ്റി ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഈ റജി സംഭവത്തോടനുബന്ധിച്ച് ഒരു നിവേദനമുണ്ട്. ബനു ലൈഹാന്റെ കൈകളാൽ ഷഹീദാക്കപ്പെട്ടവരിൽ ആസിം ബിൻ സാബിത്തുമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഖുറൈശികൾ റജിയിലേക്ക് പ്രത്യേകമായി ആളെ അയക്കുകയുണ്ടായി. തങ്ങളുടെ തൃപ്തിക്കും പ്രതികാരദാഹം ശമിക്കുന്നതിനും ആസിമിന്റെ തലയോ ഏതെങ്കിലും ശരീരഭാഗമോ കൊണ്ടുവരണമെന്ന് അവരോട് ശഠിക്കുകയും ചെയ്തിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ആസിം കൊലപ്പെടുത്തിയ ആളുടെ മാതാവായ സലാഫ് ബിൻത് സാദ് തന്റെ മകന്റെ ഘാതകന്റെ തലയോട്ടിയിൽ മദ്യമൊഴിച്ചു കുടിക്കുമെന്നും അദ്ദേഹത്തിന്റെ തലയോട്ടി കൊണ്ടുവരുന്ന ആൾക്ക് 100 ഒട്ടകം നൽകാമെന്നും നേർച്ച നേർന്നിരുന്നു. അത്രയധികം അവർക്കുള്ളിൽ പ്രതികാരത്തിന്റെയും കോപാഗ്നി ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു ചെയ്തത് നോക്കുക. ഈ ആളുകൾ അവിടെ എത്തിയപ്പോൾ ആസിമിന്റെ മൃതദേഹത്തിനു മുകളിൽ കടന്നലിന്റെയും തേനീച്ചയുടെയും ഒരു വലിയ സംഘം വന്നിരിക്കുന്നതാണ് കാണുന്നത്. അവ അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ആളുകൾ കടന്നൽ കൂട്ടത്തെയും തേനീച്ച കൂട്ടത്തെയും അവിടെ നിന്ന് ആട്ടിയകറ്റാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം അവർക്ക് പരാജിതരും ഹതാശരുമായി മടങ്ങേണ്ടി വന്നു. അതിനുശേഷം ഉടൻ തന്നെ പെയ്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആസിമിന്റെ മൃതദേഹം എങ്ങോട്ടോ ഒലിച്ചു പോവുകയും ചെയ്തു. ചരിത്രത്തിൽ പറയുന്നു, ആസിം മുസ്ലിമായപ്പോൾ ഇനിമേലിൽ എല്ലാത്തരം ശിർക്കിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും എത്രത്തോളം എന്നാൽ ഒരു മുശ്രിക്കിനെയും സ്പർശിക്കുക പോലുമില്ല എന്നും ശപഥം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഷഹാദത്തിനെയും മേൽ സംഭവത്തെയും കുറിച്ച് അറിഞ്ഞപ്പോൾ ഹസ്രത്ത് ഉമർ പറഞ്ഞു, അള്ളാഹു തന്റെ ദാസന്റെ വികാരങ്ങളെ അയാളുടെ മരണശേഷവും വളരെ വിലമതിക്കുന്നു. അങ്ങനെ ആസിമിന്റെ ശപഥം നിറവേറ്റി കൊടുക്കുകയും മുശ്രിക്കീങ്ങളുടെ സ്പർശനത്തിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തു. ഹസ്രത്ത് ആസിമിനെ ഹമിയുദ്ദബർ, അതായത് കടന്നൽ അഥവാ തേനീച്ച മുഖേന സംരക്ഷിക്കപ്പെട്ടവനെന്നും പറയാറുണ്ട്. അള്ളാഹു മരണശേഷം കടന്നൽ മുഖേന അദ്ദേഹത്തെ സംരക്ഷിക്കുകയുണ്ടായി. ഇനി മുഅത്തബ് ബിൻ ഉബൈദിന്റെയും മറ്റ് മർദ്ദിതരുടെയും ഷഹാദത്തിനെ കുറിച്ചുള്ള പരാമർശമാണ്. മുഅത്തബ് ബിൻ ഉബൈദ് പൊരുതിക്കൊണ്ടിരിക്കുകയും ശക്തമായി മുറിവേൽക്കുകയും ചെയ്തു. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ അടുക്കലെത്തി അദ്ദേഹത്തെ ഷഹീദാക്കി.
അദ്ദേഹത്തെ കൂടാതെ 5 സഹാബാക്കൾ കൂടി അതേപോലെ ധീരമായി പൊരുതുകയും അവസാനം ശത്രുക്കളുടെ വലയത്തിലകപ്പെട്ട് ഷഹീദാവുകയും ചെയ്തു. ഇങ്ങനെ മൊത്തം 7 സഹാബാക്കൾ ഷഹീദാകുകയുണ്ടായി. ഇനി ഹസ്രത്ത് ഖുബൈബ് ബിൻ അദിയെ, ഹസ്രത്ത് സെയ്ദ് ബിൻ ദസ്ന, ഹസ്രത്ത് അബ്ദുല്ല ബിൻ താരിഖ് എന്നീ സഹാബാക്കളാണ് ബാക്കിയുണ്ടായിരുന്നത്. ശത്രുക്കൾ അവരോട്, നിങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യുകയില്ലെന്നും നിങ്ങൾക്ക് അഭയം നൽകാമെന്നുമുള്ള ഉടമ്പടിയിൽ അവർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി വന്നു. ശത്രുക്കൾ അവരെ കയ്യിൽ കിട്ടിയപ്പോൾ തങ്ങളുടെ വില്ലുകളുടെ കയറഴിച്ച് അവരെ വരിഞ്ഞു കെട്ടുകയുണ്ടായി. അപ്പോൾ ഹസ്രത്ത് അബ്ദുല്ല ബിൻ താരിഖ് പറഞ്ഞു, ഇത് ആദ്യത്തെ വിശ്വാസവഞ്ചനയാണ്. അള്ളാഹുവാണേ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതല്ല. ഷഹീദാക്കപ്പെട്ടവരെ പിന്തുടരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ശത്രുക്കൾ അദ്ദേഹത്തെ അവരുടെ കൂടെ കൊണ്ടുപോകുന്നതിന് നല്ലപോലെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഹസ്രത്ത് അബ്ദുല്ല ബിൻ താരിഖ് വഴങ്ങിയില്ല. അവസാനം അവർ അദ്ദേഹത്തെയും ഷഹീദാക്കുകയുണ്ടായി. ചില നിവേദനങ്ങളിൽ പറയുന്നു, ശത്രുക്കൾ ഈ 3 സഹാബാക്കളെയും ബന്ദിയാക്കി മക്കയിലേക്ക് നീങ്ങുകയായിരുന്നു. അവരെ മക്കക്കാർക്ക് വിൽപ്പന നടത്തുകയായിരുന്നു ഉദ്ദേശ്യം. ഈ സംഘം മക്കയുടെ വടക്ക് 22 കിലോമീറ്റർ അകലെ മരസ് സഹറാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഹസ്രത്ത് അബ്ദുല്ല ബിൻ താരിഖ് തന്റെ കയ്യിലെ കെട്ടുകൾ അഴിച്ചു മാറ്റി വാളുമെടുത്ത് അവരോട് പൊരുന്താൻ ഒരുമ്പെട്ടു. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ജിഹാദിനുള്ള പോരാട്ട വീര്യം കണ്ടപ്പോൾ പെട്ടെന്ന് പിന്നോട്ട് മാറി അദ്ദേഹത്തെ കല്ലെറിയാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തെ ഷഹീദാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഖബർ മരസ് സഹറാനിൽ തന്നെയാണുള്ളത്. ഇതേപ്പറ്റി ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, 7 സഹാബാക്കൾ കൊല്ലപ്പെട്ടപ്പോൾ ഖുബൈബ് ബിൻ അദിയും സെയ്ദ് ബിൻ ദസ്നയും മറ്റൊരു സഹാബിയുമാണ് ബാക്കിയായത്. കാഫിര്യങ്ങൾ അവരെ ജീവനോടെ പിടികൂടാനാണ് ആഗ്രഹിച്ചത്. അവർ ഇവരോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നാൽ ഞങ്ങൾ നിങ്ങളെ ആരെയും ഉപദ്രവിക്കുകയില്ലെന്ന് ഉറപ്പു നൽകുന്നു. ആ സമയത്ത് ഈ നിഷ്കളങ്കരായ മുസ്ലിങ്ങൾ അവരുടെ വലയിൽ കുടുങ്ങി താഴേക്ക് ഇറങ്ങി വന്നു. പക്ഷേ ചുവട്ടിലെത്തിയ ഉടൻ ഇവർ അവരെ തങ്ങളുടെ വില്ലുകളുടെ കയറുകൾ കൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടുകയുണ്ടായി. അപ്പോൾ ഖുബൈബിന്റെയും സെയ്ദിന്റെയും കൂട്ടുകാരന് സഹിക്കാൻ കഴിഞ്ഞില്ല. ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ല ബിൻ താരിഖ് എന്നാണ് പറയുന്നത്. അദ്ദേഹം അവരോട് വിളിച്ചു പറഞ്ഞു, ഇത് നിങ്ങൾ കാണിക്കുന്ന ആദ്യത്തെ വിശ്വാസവഞ്ചനയാണ്. ഇനി മുന്നോട്ട് പോകും തോറും നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ആർക്കറിയാം. അബ്ദുല്ല അവരോടൊപ്പം പോകാൻ വിസമ്മതിച്ചു. അപ്പോൾ കാഫിര്യങ്ങൾ കുറച്ചു ദൂരം അബ്ദുല്ലാഹിനെ വലിച്ചിഴയ്ക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് അവർ അദ്ദേഹത്തെ വധിക്കുകയും അവിടെ തന്നെ വലിച്ചെറിയുകയും ഉണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതികാരം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അവർ ഖുറൈശികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും പൈസയുടെ അത്യാർത്ഥിയിലും ഖുബൈബിനെയും സെയ്ദിനെയും കൊണ്ട് മക്കയിലേക്ക് നീങ്ങി. അവിടെ എത്തി അവരെ ഖുറൈശികൾക്ക് വിൽക്കുകയും ചെയ്തു. ഖുബൈബിനെ ഹാരിസ് ബിൻ ആമിർ ബിൻ നൗഫലിന്റെ മക്കൾ വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. കാരണം ഖുബൈബ് ബദർ യുദ്ധത്തിൽ ഹാരിസിനെ കൊന്നിട്ടുണ്ടായിരുന്നു. സെയ്ദിനെ സഫ്വാൻ ബിൻ ഉമയ്യയും വിലയ്ക്ക് വാങ്ങി. ഹദ്രത്ത് ഖുബൈബ് ബിൻ അദിയിനെയും ഹദ്രത്ത് സെയ്ദ് ബിൻ ദസ്നയെയും മുശ്രിക്കുകൾ ബന്ദിയാക്കി മക്കയിലേക്ക് കൊണ്ടുപോയി. മക്കയിലെത്തി 2 സഹാബാക്കളെയും വിൽക്കുകയും ചെയ്തു. ഹാരിസ് ബിൻ ആമിറിന്റെ മക്കൾ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ പിതാവിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കുവാൻ അദ്ദേഹത്തെ വാങ്ങുകയുണ്ടായി. ഖുബൈബ് ബദറിൽ വെച്ച് അവരുടെ പിതാവിനെ കൊന്നിട്ടുണ്ടായിരുന്നു. ഇബ്നു ഇസാഖിന്റെ വിവരണമനുസരിച്ച് ഹാരിസിന്റെ മക്കളുടെ കൂട്ടുകാരനായ ഹജർ ബിൻ അബു ഐഹാബ് തമീമിയാണ് ഹദ്രത്ത് ഖുബൈബിനെ വാങ്ങിയത്. പിന്നെ തങ്ങളുടെ പിതാവിന്റെ വധത്തിന് പകരം ചോദിക്കാൻ വേണ്ടി അയാളിൽ നിന്ന് ഹദ്രത്ത് ഖുബൈബിനെ ഹാരിസിന്റെ മക്കൾ വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. ഉഖ്ബ ബിൻ ഹാരിസ് ഹദ്രത്ത് ഖുബൈബിനെ ബനു നജ്ജാറിൽ നിന്നാണ് വാങ്ങിയതെന്നും പറയുന്നു. അതേസമയം അബു ഐഹാബ്, ഇക്രിമ ബിൻ അബു ജഹൽ, അക്നസ് ബിൻ ഷരീഖ്, ഉബൈദ ബിൻ ഹക്കീം, ഉമയ്യ ബിൻ അബു ഉത്ബ, ഖസ്റമി എന്നിവരുടെ മക്കളും സഫ്വാൻ ബിൻ ഉമയ്യയും ചേർന്നാണ് ഖുബൈബിനെ വാങ്ങിയതെന്നും പറയുന്നു. ഇവരുടെ എല്ലാം പിതാക്കന്മാർ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് ഖുബൈബിനെ വാങ്ങി ഉഖ്ബ ബിൻ ഹാരിസിന് കൊടുക്കുകയും അയാൾ അദ്ദേഹത്തെ തന്റെ വീട്ടിൽ ബന്ദിയാക്കുകയും ചെയ്തു.
ഇബ്നു ഹിഷാം പറയുന്നു, ഹദ്രത്ത് ഖുബൈബിനെയും ഹദ്രത്ത് സെയ്ദ് ബിൻ തസ്നിയെയും അവർ മക്കയിൽ ഫസീലിന്റെ ബന്ദികൾക്ക് പകരം വിൽക്കുകയുണ്ടായി. മറ്റൊരു നിവേദനത്തിൽ സെയ്ദിനെ ഒരു സ്വർണപ്പണത്തിന് പകരമാണ് വിറ്റതെന്ന് പറയുന്നു. വേറൊരു നിവേദനത്തിൽ അദ്ദേഹത്തെ 50 ഒട്ടകങ്ങൾക്ക് പകരമായി വിറ്റു എന്ന് പറയുന്നു. ഇനിയൊരു നിവേദനത്തിൽ ഖുബൈബിനെയും 50 ഒട്ടകങ്ങൾക്ക് പകരമായി വിറ്റു എന്ന് വന്നിട്ടുണ്ട്. ചില നിവേദനങ്ങളിൽ ഖുബൈബിന് 100 ഒട്ടകങ്ങൾക്ക് പകരമായി വിറ്റുവെന്നും അതല്ല 80 സ്വർണപ്പണത്തിന് പകരമാണ് വിൽപ്പന നടത്തിയതെന്നും പറയുന്നു. ഖുറൈശികളിലെ ചില ആളുകളും കച്ചവടത്തിൽ പങ്കെടുത്തിരുന്നു. അവർ ഹദ്രത്ത് ഖുബൈബിനെയും ഹദ്രത്ത് സെയ്ദ് ബിൻ തസ്നിയെയും കൂട്ടി ആദരണീയ മാസമായ ദുൽഖഅദയിലാണ് അവിടെ എത്തുന്നത്. ആദരണീയ മാസങ്ങൾ കഴിയുന്നത് വരെ അവരെ തടവിൽ തന്നെ പാർപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ആദരണീയ മാസങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇബ്നു ഇസ്ഹാഖും ഇബ്നു സഅദും പറയുന്നു, ഹദ്രത്ത് സെയ്ദിനെ സഫ്വാൻ ബിൻ ഉമയ്യ തന്റെ പിതാവായ ഉമയ്യ ബിൻ ഖലഫിന്റെ കൊലപാതകത്തിന് പകരമായി കൊല ചെയ്യാൻ വാങ്ങുകയുണ്ടായി. സഫ്വാൻ പിന്നീട് മുസ്ലിം ആകുകയും ചെയ്തു. അയാൾ അദ്ദേഹത്തെ ബനു ജുമയുടെ ആളുകളുടെ അടുക്കൽ ബന്ദിയാക്കി വെക്കുകയുണ്ടായി. അതല്ല, തന്റെ അടിമയായ നെസ്താസിന്റെ അടുക്കലാണ് ബന്ദിയാക്കിയതെന്നും പറയപ്പെടുന്നു. ആദരണീയ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സഫ്വാൻ തന്റെ അടിമയായ നെസ്താസിനെ തൻഈമിലേക്ക് അയക്കുകയുണ്ടായി. തൻഈം മക്കയിൽ നിന്ന് മദീനയിലേക്കും ഷാമിലേക്കും പോകുന്ന വഴിയിൽ 3-4 മൈൽ ദൂരെയുള്ള സ്ഥലമാണ്. ഏതായാലും അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി ഹറമിൽ, അതായത് വിശുദ്ധ നഗരത്തിൽ നിന്നും പുറത്തെത്തിച്ചു. ഖുറൈശികളുടെ ഒരു സംഘവും അവിടെ തടിച്ചുകൂടിയിരുന്നു. അതിൽ അബൂ സുഫിയാൻ ബിൻ ഹർബും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി എത്തിച്ചപ്പോൾ അബൂ സുഫിയാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സെയ്ദ്, ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കി നിന്നോട് ചോദിക്കട്ടെ, നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞങ്ങളുടെ പക്കൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൊയ്യുകയും നീ നിന്റെ കുടുംബത്തോടൊപ്പം കഴിച്ചു കൂട്ടുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹദ്രത്ത് സെയ്ദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ വസിക്കുന്ന വീട്ടിനുള്ളിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുള്ളു തറഞ്ഞ് പ്രയാസമുണ്ടാക്കുകയും അതേസമയം ഞാൻ എൻ്റെ വീട്ടിൽ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി കഴിയുകയുമാണെങ്കിൽ പോലും അതെനിക്കിഷ്ടമല്ല. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലുള്ള സ്നേഹം ജനങ്ങളിൽ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. തുടർന്ന് ഹദ്രത്ത് സെയ്ദിനെ മിസ്താസ് വധിക്കുകയുണ്ടായി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അയാളോടൊപ്പം മറ്റു ഖുറൈശികളും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് നേരെ അമ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവസാനം അദ്ദേഹം ഷഹീദായി. പിന്നീട് ഈ ഘാതകനായ നെസ്താസ് മുസ്ലിം ആവുകയും ചെയ്തു. ഇബ്നു ഉഖ്ബ പറയുന്നു, സെയ്ദിനെയും ഖുബൈബിനെയും ഒരേ ദിവസമാണ് ഷഹീദാക്കിയത്. അവർ രണ്ടുപേരും ഷഹീദായ വിവരം അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കമാ സലാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ സംഭവം വിവരിച്ചുകൊണ്ട് എഴുതുന്നു, സഫ്വാൻ ബിൻ ഉമയ്യ തന്റെ ബന്ദിയായ സെയ്ദ് ബിൻ ദസ്നിയെയും കൂട്ടി ഹറമിന് പുറത്തേക്ക് പോയി. ഖുറൈശി മൂപ്പന്മാരുടെ ഒരു സംഘവും കൂടെയുണ്ടായിരുന്നു. പുറത്തെത്തിയ ശേഷം സഫ്വാൻ തന്റെ അടിമയായ നസ്താസിനോട് സെയ്ദിനെ വധിക്കാൻ കൽപ്പന നൽകി. നസ്താസ് മുന്നോട്ട് വന്ന് വാളുയർത്തി. ആ സമയത്ത് മക്കാ മൂപ്പനായ അബൂ സുഫിയാൻ ബിൻ ഹർബും അവിടെ ഉണ്ടായിരുന്നു. അയാൾ മുന്നോട്ട് വന്ന് സെയ്ദിനോട് ചോദിച്ചു, സത്യം പറയണം, ഈ സമയത്ത് നിന്റെ സ്ഥാനത്ത് ഞങ്ങളുടെ പക്കൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തിന്റെ തലയൊയ്യുകയും നീ രക്ഷപ്പെട്ട് നിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയുകയും ചെയ്യാൻ നിനക്ക് ആഗ്രഹമില്ലേ? സെയ്ദിന്റെ കണ്ണുകളിൽ രക്തം തുടിച്ചു വന്നു. വളരെ കോപത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, അബൂ സുഫിയാൻ, നീ എന്താണ് ഈ പറയുന്നത്? അള്ളാഹുവാണേ, ഞാൻ രക്ഷപ്പെടുന്നതിന് പകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാദത്തിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അബൂ സുഫിയാൻ അപ്പോൾ അനിയന്ത്രിതനായി പറഞ്ഞു, അള്ളാഹുവാണേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾക്കുള്ളതുപോലുള്ള സ്നേഹം ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടേയില്ല. അതിനുശേഷം നസ്താസ് ഹദ്രത്ത് സെയ്ദിനെ വധിക്കുകയുണ്ടായി. ഈ വധത്തെപ്പറ്റി ഹദ്രത്ത് മുസ്ലിം മൗദ് എഴുതുന്നു,
ഈ തമാശ കാണുന്നവരിൽ മക്ക മൂപ്പനായ അബൂ സുഫിയാനും ഉണ്ടായിരുന്നു. അയാൾ സെയ്ദിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുകയും നീ വീട്ടിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തെങ്കിലെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? സെയ്ദ് വളരെ കോപത്തോടു കൂടി പറഞ്ഞു, അബൂ സുഫിയാൻ, നീ എന്താണ് ഈ പറയുന്നത്? അള്ളാഹുവാണേ, മദീനയുടെ തെരുവോരങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാദത്തിൽ ഒരു മുള്ളു തറയ്ക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ മരിക്കുന്നതാണ്. ഈ അർപ്പണ മനോഭാവം അബൂ സുഫിയാനെ ഏറെ സ്വാധീനിക്കാതിരുന്നില്ല. അയാൾ അത്ഭുത പരതന്ത്രനായി സെയ്ദിനെ നോക്കിക്കൊണ്ട് ഉടൻ തന്നെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ദൈവത്താണേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾക്കുള്ളതുപോലുള്ള സ്നേഹം ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടേയില്ല. ഒരു നബി ചരിത്രകാരൻ ഹദ്രത്ത് ഹുബൈബിന്റെ ഷഹാദത്ത് വിവരിച്ചുകൊണ്ട് എഴുതുന്നു, ഹദ്രത്ത് ഹുബൈബ് ഹജ്ര ബിൻ ഐഹാബിന്റെ കീഴിൽ ഹാരിസ് ബിൻ നൗഫലിന്റെ മക്കളുടെ വീട്ടിലാണ് കഴിഞ്ഞത്. അവർ ഹുബൈബിനോട് വളരെ മൃഗീയമായിട്ടാണ് പെരുമാറിയിരുന്നത്. അവരുടെ ഈ മോശമായ പെരുമാറ്റം കണ്ടപ്പോൾ ഹദ്രത്ത് ഹുബൈബ് പറഞ്ഞു, മാന്യന്മാരായ ആളുകളാരും തങ്ങളുടെ ബന്ധികളോട് ഇങ്ങനെ പെരുമാറാറില്ല. ഏതായാലും കാഫ്രിങ്ങളുടെ മനസ്സിനെ അത് സ്വാധീനിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തോട് നല്ല നിലയിൽ വർത്തിക്കാൻ തുടങ്ങി. ഇബ്നു ശിഹാബ് പറയുന്നു, ഹാരിസിന്റെ മകൾ തന്നോട് പറഞ്ഞതായി അബ്ദുല്ല ബിൻ അയാസ് എന്നോട് പറഞ്ഞു. കാഫ്രിങ്ങൾ അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ഹദ്രത്ത് ഹുബൈബ് തന്റെ ഉപയോഗത്തിന് വേണ്ടി ക്ഷൗരക്കത്തി ചോദിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് അത് കൊടുക്കുകയും ചെയ്തു. ഹാരിസിന്റെ മകൾ പറയുന്നു, ആ സമയത്ത് എന്റെ അശ്രദ്ധ കാരണം എന്റെ ഒരു മകൻ ഹുബൈബിന്റെ അടുക്കലെത്തി. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം കുട്ടിയെ തന്റെ മടിയിലിരുത്തിയിരിക്കുന്നു. മറുകൈയിലാകട്ടെ ക്ഷൗരക്കത്തിയുമുണ്ട്. ഞാൻ അത് കണ്ട് ഭയപ്പെട്ടു പോയി. ഹുബൈബ് എന്റെ ഭയം എന്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. എന്നോട് ചോദിച്ചു, ഞാൻ കുട്ടിയെ കൊല്ലുമെന്ന് ഭയപ്പെടുകയാണോ? എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നവനല്ല. മുസ്ലിങ്ങൾ വാഗ്ദാനം പാലിക്കുന്നവരാണ്, അക്രമം ചെയ്യുന്നവരല്ല. ഹാരിസിന്റെ മകൾ പറയുന്നു, ഞാൻ ഹുബൈബിനേക്കാൾ നല്ല ഒരു ബന്ദിയെയും ഒരിക്കലും കണ്ടിട്ടില്ല. തുടർന്ന് പറയുന്നു, ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുന്തിരിക്കുല കാണുകയുണ്ടായി. അത് അദ്ദേഹം തിന്നുന്നുമുണ്ടായിരുന്നു. അദ്ദേഹമാകട്ടെ ചങ്ങലകളാൽ ബന്ധിതനുമായിരുന്നു. അക്കാലത്ത് മക്കയിൽ ഒരു പഴവുമുള്ള കാലമായിരുന്നില്ല. അവർ പറയുന്നു, അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ വിഭവമായിരുന്നു. ഖുറൈശികൾ അദ്ദേഹത്തെ ഹറമിന് വെളിയിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം 2 റക്അത്ത് നമസ്കരിക്കാൻ അനുമതി ചോദിച്ചു. അദ്ദേഹത്തിന് അനുമതി നൽകുകയും ചെയ്തു. അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നമസ്കരിക്കുന്നത് ഭയന്നത് കാരണമാണെന്ന് നിങ്ങൾ ചിന്തിക്കുമോ എന്ന ആശങ്ക ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും നമസ്കാരം ദീർഘിപ്പിക്കുമായിരുന്നു. അതായത്, ഞാൻ ഭയപ്പെട്ടത് കാരണമാണ് നീട്ടി നമസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുമോ എന്ന ആശങ്കയില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ സാധാരണ നിലയിൽ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കുമായിരുന്നു. തുടർന്ന് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, ശത്രുക്കളെ ഓരോരുത്തരെയായും വകവരുത്തണമേ. പിന്നെ അദ്ദേഹം ഈ ഈരടികളും ചൊല്ലുകയുണ്ടായി, ഞാൻ മുസ്ലിം എന്ന നിലയിൽ വധിക്കപ്പെടുമ്പോൾ ഞാൻ അള്ളാഹുവിന് ലാക്കാക്കി വീഴുന്നത് ഏത് ഭാഗത്തേക്കാണ് എന്നതിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ വീഴുന്നത് അള്ളാഹുവിന് വേണ്ടിയാകുന്നു. അവൻ ഇച്ഛിക്കുകയാണെങ്കിൽ തുണ്ടം തുണ്ടമാക്കപ്പെട്ട ശരീരസന്ധികളിലും അനുഗ്രഹം ചൊരിയുന്നതാണ്. ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് ഹുബൈബിന്റെ സംഭവങ്ങളെ വിവരിച്ചുകൊണ്ട് എഴുതുന്നു, ഈ 2 സഹാബാക്കളും ഖുറൈശികളുടെ പക്കൽ ബന്ദിയായിരുന്നു. ഒരു ദിവസം ഹാരിസിന്റെ ഒരു മകളോട് ഹുബൈബ് തന്റെ ഉപയോഗത്തിന് വേണ്ടി ഒരു ക്ഷൗരക്കത്തി ചോദിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് അത് കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ബിൻത്ത് ഹാരിസിന്റെ തീരെ പ്രായം കുറഞ്ഞ ഒരു പിഞ്ചുമകൻ കളിച്ചുകൊണ്ട് ഹുബൈബിന്റെ അടുക്കലെത്തി. മാതാവ് നോക്കുമ്പോൾ ഹുബൈബിന്റെ ഒരു കയ്യിൽ ക്ഷൗരക്കത്തിയും മടിയിൽ ഒരു ഭാഗത്ത് കുട്ടിയെ ഇരുത്തിയിട്ടുമുണ്ട്. അവൾ ഭയന്ന് വിറയ്ക്കുകയും വിളറുകയും ചെയ്തു. ഹുബൈബ് അവളുടെ ഭയം കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ കുട്ടിയെ കൊല്ലുമെന്ന് ഭയപ്പെടുകയാണോ? അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല, ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യുന്നതല്ല. മാതാവിന്റെ ഭയവിഹ്വലമായ മുഖം അത് കേട്ടപ്പോൾ പ്രസന്നമായി. ആ സ്ത്രീയെ ഹുബൈബിന്റെ സ്വഭാവം വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഞാൻ ഹുബൈബിനേക്കാൾ നല്ല ഒരു ബന്ദിയെയും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന്
അവർ എപ്പോഴും പറയുമായിരുന്നു. അവൾ പറയുന്നു, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുന്തിരിക്കുല കാണുകയുണ്ടായി. അതിൽ നിന്ന് അദ്ദേഹം മുന്തിരി ഇറുത്തു തിന്നുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ഖുബൈബാകട്ടെ ചങ്ങലകളാൽ ബന്ധിതനുമായിരുന്നു. അക്കാലത്ത് മക്കയിൽ ഒരു പഴവുമുള്ള കാലമായിരുന്നില്ല. അവർ പറയുന്നു, അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ വിഭവമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹദരത്ത് ഖുബൈബ് ബിൻ അദീയിനെ ബന്ദിയാക്കിയ സംഭവം മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു. മുആവിയ ഹജ്ർ ബിൻ ഐഹബിന്റെ സ്വതന്ത്രയാക്കപ്പെട്ട അടിമ സ്ത്രീയായിരുന്നു. ആദരണീയ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വധിക്കാൻ കൊണ്ടുപോകുന്നത്രയും സമയം ഹദ്രത്ത് ഖുബൈബ് ബിൻ അദിയിനെ അവരുടെ വീട്ടിലാണ് തടങ്കൽ വെച്ചിരുന്നത്. മുആവിയ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. മുആവിയ തന്നെ ഈ സംഭവം പിന്നീടൊരിക്കൽ വിവരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവാണേ, ഞാൻ ഖുബൈബിനേക്കാൾ നല്ല ഒരു ബന്ദിയെയും ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ വാതിൽ വിടവിലൂടെ അദ്ദേഹത്തെ ചങ്ങലകളാൽ ബന്ധിതനായി കണ്ടിട്ടുണ്ട്. എൻ്റെ അറിവനുസരിച്ച് ആ ഭൂമുഖത്ത് എവിടെയും ഒരു മുന്തിരി പോലും കിട്ടാനില്ലാത്ത കാലത്ത് ഖുബൈബിന്റെ കയ്യിൽ ഒരു മനുഷ്യ ശിരസിനോളം വലുപ്പത്തിൽ ഞാൻ മുന്തിരിക്കുല കണ്ടിട്ടുണ്ട്. അതായത് നല്ല വലിയ മുന്തിരിക്കുല എന്ന് താല്പര്യം. ഒരിക്കലല്ല പലതവണ അദ്ദേഹം അതിൽ നിന്ന് തിന്നുന്നതും അവർ കണ്ടിട്ടുണ്ട്. അത് അള്ളാഹുൽ നിന്നുള്ള വിഭവമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ഹദ്രത്ത് ഖുബൈബ് തഹജ്ജുദിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ സ്ത്രീകൾ കരയുമായിരുന്നു. അവർക്ക് ഖുബൈബിനോട് സഹതാപം തോന്നുകയും ചെയ്തിരുന്നു. അവർ മുആവിയ പറയുന്നു, ഞാൻ ഒരിക്കൽ ഖുബൈബിനോട് ചോദിച്ചു, ഖുബൈബ്, താങ്കൾക്ക് എന്തിൻ്റെയെങ്കിലും ആവശ്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് തണുത്ത വെള്ളം തരിക. വിഗ്രഹങ്ങളുടെ പേരിൽ അറുത്ത മാംസം എനിക്ക് നൽകരുത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഗ്രഹങ്ങളുടെ പേരിൽ അറുത്ത മാംസം എനിക്ക് നൽകരുത്. മൂന്നാമത്തെ ഒരു കാര്യം, എന്നെ വധിക്കാനുള്ള തീരുമാനമെടുത്താൽ എന്നെ അറിയിക്കണം. അങ്ങനെ ആദരണീയ മാസങ്ങൾ കഴിയുകയും ആളുകൾ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അതേപ്പറ്റി അറിയിപ്പ് കൊടുത്തു. പറയുന്നു, അള്ളാഹുവാണേ, അദ്ദേഹം താൻ കൊല്ലപ്പെടുമെന്ന കാര്യം ഗൗനിച്ചതുപോലുമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടി ക്ഷൗരക്കത്തി വേണം. ഞാൻ എൻ്റെ മകൻ അബൂ ഹുസൈൻ്റെ കയ്യിൽ ക്ഷൗരക്കത്തി കൊടുത്തയച്ചു. നിവേദകൻ പറയുന്നു, അത് അവരുടെ സ്വന്തം മകനല്ലായിരുന്നു. മുആവിയ അവനെ വളർത്തുക മാത്രമാണ് ചെയ്തത്. ഏതായാലും അവർ തുടരുന്നു. കുട്ടി പോയപ്പോൾ അള്ളാഹുവാണേ, ഖുബൈബ് തന്റെ പ്രതികാരം നടത്തുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടു. അതായത് എൻ്റെ മകൻ അയാളുടെ അടുത്താണുള്ളത്, കയ്യിൽ ക്ഷൗരക്കത്തിയുമുണ്ട്, അതുകൊണ്ട് അയാൾ പകരം വീട്ടുന്നതാണ്. ഞാൻ കുട്ടിയുടെ കയ്യിൽ ക്ഷൗരക്കത്തി കൊടുത്തയച്ചുകൊണ്ട് എന്ത് അബദ്ധമാണ് ഈ ചെയ്തത്? ഖുബൈബ് കുട്ടിയെ കൊല്ലുകയും പിന്നെ പുരുഷന് പകരം പുരുഷൻ എന്ന് പറയുകയും താൻ പ്രതികാരം വീട്ടിയെന്ന് കരുതുകയും ചെയ്യും. എൻ്റെ മകൻ ക്ഷൗരക്കത്തിയുമായി അദ്ദേഹത്തിന് അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം കത്തി വാങ്ങിയ ശേഷം കുട്ടിയോട് തമാശയായി ചോദിച്ചു, നീ നല്ല ധൈര്യവാനാണല്ലോ. നിങ്ങൾ എന്നെ കൊല്ലാനുള്ള തീരുമാനമെടുത്തിരിക്കെ നിന്റെ കയ്യിൽ ക്ഷൗരക്കത്തി കൊടുത്തു വിടുമ്പോൾ നിന്റെ ഉമ്മാക്ക് ഞാൻ വിശ്വാസവഞ്ചന കാണിക്കുമെന്ന ഭയമില്ലേ? മുആവിയ പറയുന്നു, ഞാൻ ഖുബൈബിന്റെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഖുബൈബ്, ഞാൻ അള്ളാഹുള്ള വിശ്വാസം കാരണം നിന്റെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ടായില്ല. ഞാൻ നിന്റെ പ്രേമവാചകത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ആ കുട്ടിയുടെ കയ്യിൽ ക്ഷൗരക്കത്തി കൊടുത്തുവിട്ടത്. നീ അതുകൊണ്ട് എൻ്റെ മകനെ കൊല്ലുന്നതിന് വേണ്ടിയല്ല അത് കൊടുത്തയച്ചത്. അത് ഖുബൈബ് പറഞ്ഞു, ഞാൻ അവനെ കൊല്ലുന്നവനല്ല. ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വിശ്വാസവഞ്ചന അനുവദനീയമാണെന്ന് കരുതുന്നില്ല. തുടർന്ന് ഞാൻ ഖുബൈബിനോട് പറഞ്ഞു, നാളെ ആളുകൾ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി വധിക്കുന്നതാണ്. അങ്ങനെ പിറ്റേന്ന് ആളുകൾ അദ്ദേഹത്തെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് തൻഇം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. നേരത്തെ പറഞ്ഞതുപോലെ ഇത് മക്കയിൽ നിന്ന് 3 മൈൽ അകലെയുള്ള സ്ഥലമാകുന്നു. ഖുബൈബിനെ വധിക്കുന്നത് കാണാൻ മക്കയിലുള്ള സ്ത്രീകളും കുട്ടികളും അടിമകളും അടക്കം മക്കയിലെ നിരവധി ആളുകൾ അവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച സകലരും അതുകൊണ്ട് തങ്ങളുടെ കണ്ണിന് കുളിർ പകരാൻ അവിടെ എത്തിയതായിരുന്നു. ഇനി പകരം ചോദിക്കാനില്ലാത്ത, അതേസമയം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ശത്രുതയുള്ളവർ തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കാനും കണ്ടില്ലേ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് പറഞ്ഞ് സന്തോഷിക്കാനും അവിടെ എത്തുകയുണ്ടായി. ഹദ്രത്ത് ഖുബൈബിനെയും സെയ്ദ് ബിൻ ദസ്നിയെയും തൻഇമിൽ എത്തിച്ച ശേഷം ഒരു വലിയ കമ്പ് നാട്ടുകയുണ്ടായി. ഖുബൈബിനെ പ്രസ്തുത കമ്പയുടെ അടുത്തെത്തിച്ചപ്പോൾ ഖുബൈബ് പറഞ്ഞു,
എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സാവകാശം തരുമോ? അവർ അതെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 റക്അത്ത് ഹ്രസ്വമായി അനുഷ്ഠിച്ചു. അത് അദ്ദേഹം ദീർഘിപ്പിച്ചില്ല. നേരത്തെ പറഞ്ഞതുപോലെ താൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീട്ടി നമസ്കരിക്കുകയാണെന്ന് അവർക്ക് തോന്നാതിരിക്കാനാണ് അദ്ദേഹം നമസ്കാരം ഹ്രസ്വമാക്കിയത്. ഇബ്നു സഅദ് വിവരിച്ചതുപോലെ മുആവിയ ഹജർ ബിൻ ഐഹബിന്റെ സ്വതന്ത്രയാക്കപ്പെട്ട അടിമ സ്ത്രീയായിരുന്നു. അവരുടെ വീട്ടിലാണ് ഹസരത്ത് ഖുബൈബിനെ തടങ്കലിൽ വെച്ചിരുന്നത്. അല്ലാമ ഇബ്നുൽ ബിറിന്റെ നിവേദനം, ഹസരത്ത് ഖുബൈബ് ഉഖ്ബയുടെ വീട്ടിലാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. ഉഖ്ബയുടെ ഭാര്യ അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയിരുന്നു. ഭക്ഷണ സമയത്ത് അദ്ദേഹത്തിന്റെ കെട്ട് അഴിച്ചു മാറ്റിയിരുന്നു. ഏതായാലും ഇതായിരുന്നു അവരുടെ ത്യാഗങ്ങൾ. മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. ഇസ്ലാമിന് വേണ്ടി എപ്പോഴും ജീവൻ ത്യജിക്കാൻ സഹാബാക്കൾ സന്നദ്ധരായിരുന്നു. ഈ സരിയെ പറ്റി കുറച്ചുകൂടി പരാമർശങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. Alhamdulillah, alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruh wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.